ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. അങ്ങനെ ശ്രുതിയുടെ അച്ഛന് വയ്യാതെ ആവുകയും പെട്ടെന്ന് തന്നെ ശ്യാമ ഡോക്ടറിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹാർട്ടിന്റെ പ്രശ്നം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും സൂക്ഷിക്കണം. ഇനി സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറ്റാക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരി, കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുകയും, എന്നാൽ ഈ സമയത്ത് ശ്രുതിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അശ്വിൻ ശ്രുതിയോട് സംസാരിച്ചത്. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചാണ് സംസാരിച്ചത്. അങ്ങനെ ശ്രുതി ഇവിടെ നിൽക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണെന്നും മറ്റുള്ളവരെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നീ ഒരിക്കലും ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ശ്രുതിയോട് അശ്വിൻ സംസാരിച്ചത്. പക്ഷേ പിന്നീട് സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, ശ്രുതിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോൾ, അവൾ ഒരുപാട് സങ്കടത്തിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അശ്വിൻ പെട്ടെന്ന് തന്നെ അശ്വിന് പെട്ടെന്ന് തന്നെ സങ്കടം വന്നു. പക്ഷെ അത്രത്തോളം നിന്നിട്ടും ഇനി അവിടെ നിൽക്കാനായിട്ട് താൻ യോഗ്യതയല്ല, അല്ലെങ്കിൽ ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി വരുവാണ്. പക്ഷേ ശ്യാം എന്തൊക്കെ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നും, അല്ലെങ്കിൽ ശ്യാം എന്തൊക്കെ ചതി ചെയ്യുന്നുണ്ട് എന്ന് അശോകന് ചെറിയൊരു സംശയമുണ്ട്. ശ്യാമിന്റെ ആ ഒരു സംസാരവും പെരുമാറ്റവും എല്ലാം കണ്ടപ്പോൾ അശോകനും ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്യാമിന്റെ ആ ഒരു ചതി എന്താണ്, അല്ലെങ്കിൽ ശ്യാമിനെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അശോകൻ ശ്രമിക്കുകയാണ്. ആ സമയത്തായിരുന്നു രാജകുമാരി എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് ഒരുപാട് വട്ടം ശ്യാമിന് കോൾ വരുന്നെന്നുള്ള സത്യം അശോകൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ രാജകുമാരി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അശോകൻ ശ്രമിക്കുന്നത്. അപ്പൊ ശ്യാമിന്റെ ഫോൺ കൈക്കലാക്കി അതിൽ നിന്നും നമ്പർ എഴുതിയെടുത്തിട്ട് ഈ നമ്പറിലോട്ട് വിളിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആരെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അശോകൻ നിൽക്കുന്നത്. പക്ഷേ തന്റെ അച്ഛന് വയ്യാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശ്രുതി ഓടി വന്ന് ഒരുപാട് കെട്ടിപ്പിടിച്ച് കരയുവാണ്. കാരണം തനിക്ക് അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന സമയത്ത് എന്നെ എടുത്ത് വളർത്തിയത്, എനിക്കൊരു സ്വന്തം ചേച്ചിയുടെ സ്ഥാനം പ്രീതി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തന്റെ അച്ഛനും അമ്മയുമാണ് എന്നെ ഇത്രത്തോളം വളർത്തിയത്, എന്റെ ചേച്ചിയും കൂടിയാണ് ഇത്രത്തോളം വളർത്തിയത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഒരിക്കലും തനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് ശ്രുതിക്കറിയാം. അതുകൊണ്ട് തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും അച്ഛനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അശോകൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടുവാണ്. ശ്യാമിന്റെ ചതി എന്താണ്, അല്ലെങ്കിൽ ശ്യാം എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, തന്റെ മകൾക്ക് ചേർന്ന ഒരു ആളാണോ ശ്യാം, നല്ലൊരു സ്വഭാവമുള്ള ആളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ ശ്രുതി അശ്വിന്റെ വീട്ടിൽ നിന്നും തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് വന്ന ആ ഒരു തക്കത്തിൽ തന്നെ ആ ഒരു ശ്രാദ്ധിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്യാം അങ്ങോട്ട് അഞ്ജലിയുടെ വീട്ടിലോട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഞ്ജലിയുടെ വീട്ടിൽ പോയി. പക്ഷെ ആ സമയത്ത് അഞ്ജലിയുടെയും കുഞ്ഞന്റെയും അമ്മയും അച്ഛനും മരിച്ച ദിവസത്തെ ശ്രാദ്ധ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ശ്യാമ വന്ന് ശ്രാദ്ധിൽ പങ്കെടുത്തു. ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷവും അഞ്ജലിക്ക് ഒരിക്കലും ശ്യാമിനോടുള്ള ദേഷ്യവും ഒന്നും മറക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം എത്രത്തോളം കുഴപ്പമില്ല, വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, വേറെ ഇപ്പൊ തന്റെ ആ ഒരു വിവാഹ വാർഷിക ദിനത്തിനാണെങ്കിലും വേറെ ദിവസത്തിലാണെങ്കിലും തനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോൾ മാറി നിൽക്കുന്നത് ഒരിക്കലും സഹിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മിണ്ടാതെ നടക്കുമ്പോൾ അഞ്ജലിക്ക് അറിയാം, അല്ലെങ്കിൽ ശ്യാമിന് അറിയാം, അഞ്ജലിയുടെ പിണക്കം മാറ്റാനായിട്ട് പഞ്ചാര വാക്കൊക്കെ പറഞ്ഞ് അഞ്ജലിയെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ, സ്നേഹിച്ചു കഴിഞ്ഞാൽ അഞ്ജലിയുടെ പിണക്കം മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്യാം അഞ്ജലിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ആ ഒരു പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അശ്വിന്റെ മനസ്സിൽ നിന്ന് ആ ഒരു സങ്കടം മാറത്തില്ല. ശ്രുതിയോട് താൻ കാണിച്ച ആ ഒരു സംഭവങ്ങളൊന്നും അശ്വിന് മറക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ശ്രുതിയോട് പറഞ്ഞ ആ ഒരു കാര്യങ്ങളും പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് തന്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സമയത്താണ് പ്രീതി തന്റെ കയ്യില്, നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ആ മുറിവ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതി തടി തപ്പുന്നുണ്ടെങ്കിലും ആ നടന്ന സംഭവം ഒന്നും ശ്രുതിക്ക് മറക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി അശ്വിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അങ്ങനെ ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവം ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുന്നതായിരിക്കും. ബൈ.